ഹലോ, എല്ലാവർക്കും കേരള ഫുഡ് ഹട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് കേട്ടോ. അപ്പം അത് നേരത്തെ കാണിച്ചത് ബീഫ് കറിയായിരുന്നു. എന്നിട്ട് ചിക്കനൊക്കെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയൊക്കെ ചേർത്തുന്നുണ്ട്. ഇത് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ വാട്ടിയ കപ്പയാണ്. അത് ഇന്ന് കപ്പ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇനി ഇവിടെ ഞങ്ങൾ ഇച്ചിരി ഡെസേർട്ടിന് ഒരു ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പം ക്യാരറ്റ് വേവിച്ച് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ചു. പിന്നെ ഇത് ചൈന ഗ്രാസും കൂടെ ഡിസോൾവ് ചെയ്തു. എന്നിട്ട് ആ പേസ്റ്റും പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും ഒക്കെ ചേർത്തിട്ടുണ്ട് പാലിൽ. അപ്പം കണ്ടൻസ് മിൽക്കും കുറച്ച് പഞ്ചസാരയും പിന്നെ ഈ വേവിച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റും പിന്നെ കൂടെ കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് യോജിപ്പിച്ച് ഈ ചൈന ഗ്രാസും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. ആഡ് ചെയ്തു. എന്നിട്ട് തിളപ്പിക്കാതെ നല്ലപോലെ ചൂടാക്കി എടുത്തു. അപ്പോൾ ഇതാദ്യമായിട്ട് ട്രൈ ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അരിച്ചെടുക്കുവാണ്. എന്തേലും തരിതരിപ്പ് ബാക്കിയുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ പുഡിങ്ങിനായിട്ട് ഞങ്ങളിത് അരിച്ചെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുക. അപ്പോൾ എനിക്കിത് അറിയത്തില്ലാത്ത കാരണം പുഡിങ് പാത്രം എടുത്തത് ഇച്ചിരി കൂടെ വീതി ഉണ്ടായിരിക്കണമായിരുന്നെന്ന് തോന്നുന്നു. കാരണം പുഡിങ് ഒത്തിരി നല്ല കട്ടിയായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് സെറ്റാവാൻ കുറേ സമയമെടുത്തു. അപ്പം കുറച്ചുകൂടെ കനം കുറവാണെങ്കിൽ പെട്ടെന്ന് സെറ്റാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പം ഉണ്ടാക്കി വേവിച്ച് വെച്ചതാണ്. അപ്പം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ചു. എന്നാലും വൈകുന്നേരം നോക്കിയപ്പം സെറ്റായിട്ടില്ല. കാരണം ഞങ്ങളൊരു വേറെ ഒരു പാത്രത്തിൽ ഇത് കണ്ടോ, ഇവിടെ ഈ പാത്രത്തിലും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. അപ്പം ഞാനിതിവിടെ ചെയ്യുന്നത് കശുവണ്ടി ഇച്ചിരി പൊടിച്ചത് മേളിലോട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് ചൂടായ കാരണം അതെല്ലാം ഇങ്ങനെ താഴോട്ട് മുങ്ങിപ്പോവുക. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞിട്ടാട്ടോ കുറേ സെറ്റായി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതെല്ലാം ഇച്ചിരി കശുവണ്ടിയും പിന്നെ ഇച്ചിരി മുന്തിരിയൊക്കെ നടുവേന്ന് കീറിയിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ആ ബ്ലൂ പാത്രത്തിലിരിക്കുന്നത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് സെറ്റായി. നല്ലതായിരുന്നു കേട്ടോ. എന്നാലും അവിടെ അടിയിൽ കുറച്ച് ഇങ്ങനെ കറക്റ്റ് സെറ്റാവാതെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മറ്റേ പാത്രം എടുത്ത് ഫ്രീസറിലോട്ട് കയറ്റി. ഇനി തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ എയർ ഫ്രയർ യൂസ് ചെയ്ത് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു ബട്ടർ പേപ്പറൊക്കെ വെച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചു, ചിക്കനൊക്കെ വെച്ചു. എന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഓൺ ചെയ്തു കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ആദ്യം വെച്ചു. എന്നിട്ട് എടുത്തിട്ട് വീണ്ടും ഇച്ചിരി എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വെച്ചു 20 മിനിറ്റ്സ്. അപ്പോൾ കുറച്ച് സമയം എടുത്തു. എന്നാലും ഇതിലുണ്ടാക്കിയപ്പം നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഇതിൽ ചിക്കന് എല്ലാ സൈഡിൽ നിന്നും നല്ലപോലെ ഒരേപോലെ മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് വേറെ പാനിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് പാനിൽ ഫ്രൈ ചെയ്തപ്പം എല്ലാം വശം ഒരേപോലെ കിട്ടിയില്ല. ചില വശം ആ പാനിൽ ടച്ച് ചെയ്യുന്ന സൈഡ് മാത്രം നല്ലപോലെ ഇങ്ങനെ കരിഞ്ഞ രീതിയിൽ വരും. ബട്ട് എയർ ഫ്രയറിൽ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സൈഡും നല്ലപോലെ പൊരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഞാനിതിവിടെ ടൈം സെറ്റ് ചെയ്തത് കേട്ടോ. 20 മിനിറ്റ്സ് ആദ്യം വെച്ചു. പക്ഷേ ആയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് വേഗമൊക്കെ ചെയ്യും. ബട്ട് മുരിയണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. എന്നിട്ട് ഞാനിത് 180 ഡിഗ്രിയിൽ ആദ്യം 20 മിനിറ്റ്സ് വെച്ചു. എന്നിട്ട് വീണ്ടും 20 മിനിറ്റ്സ് വെച്ചു. എന്നിട്ട് കുറച്ചുകൂടെ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്യുന്ന കാരണം അറിയത്തില്ല. എന്നിട്ട് ബീഫ് കറി റെഡിയാണ്. ഇതാ ഇവിടെ തന്തൂരി ചിക്കൻ. ഇത് ഫ്രൈ ചെയ്ത തന്തൂരി ചിക്കൻ, പാനിൽ ഫ്രൈ ചെയ്ത തന്തൂരി. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കാണാവേ. ഇനി ഇത് ചിക്കൻ കറി ഉണ്ടാക്കി. എന്നിട്ട് അടുത്തത് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇത് കള്ളപ്പത്തിൻ്റെ മാവാട്ടോ. ഇവിടെ മമ്മി നല്ല സൂപ്പറായിട്ട് കള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കും. പിന്നെ ഇത് തന്തൂരി ചിക്കനായിട്ടുള്ള
നമ്മുടെ പുതിനയും മല്ലിയിലയും ഇഞ്ചി പിന്നെന്താ നാരങ്ങയും കൂടെ പച്ചമുളകും ഇട്ട് അരച്ചെടുക്കുന്നതാണ്. ഇതാട്ടോ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തത്. അപ്പോൾ കാണാൻ മേലെ എല്ലാം വശത്തു നിന്നും നല്ല സെയിം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇത് ചാർക്കോളൊക്കെ കരിയൊക്കെ ഇട്ട് പുകച്ച് എടുക്കുന്നു, ആ ഒരു പുക ഒരു മണം വരാനായിട്ട്. അങ്ങനെ തന്തൂരി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ബാക്കിയൊന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കാരണം അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോകാനായ കാരണം എല്ലാം കഴുകി പെറുക്കി വെച്ചപ്പോഴത്തേക്ക് ഒരു സമയമായി. എടുക്കാൻ കാര്യമെല്ലാം മറന്നും പോയി. എനിക്കിവിടെ 7 മണിക്ക് തന്നെ ഇറങ്ങുന്ന കാരണം എനിക്ക് രാവിലെ പോലും ഞാൻ എന്താ കഴിച്ചതെന്ന് പോലും എനിക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് അതും കൂടെ മറന്നുപോയി. അങ്ങനെ ഇപ്പോൾ ഡിന്നറിന് ഇതെല്ലാം പ്രിപ്പയറൊക്കെ ചെയ്ത് വെച്ചു, പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സൺഡേ ഡിന്നറിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇനിയും ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് കേരള ഫുഡ് ഹട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.